ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കെ ബി പ്രദീപ് രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വാർത്തകളുടെ പശ്ചാത്തലത്തിൽ, വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ, വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് ദേവസ്വം സ്പെഷ്യൽ പ്ലീഡർ സ്ഥാനത്ത് നിന്ന് കെ ബി പ്രദീപ് രാജിവെച്ചിരിക്കുന്നു. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, അനിവാര്യമായ രാജി അത് സംഭവിച്ചിരിക്കുന്നു. മാധു, അങ്ങനെയാണ് റിപ്പോർട്ടർ പുറത്തുവിട്ട ശ്യാം ദേവരാജ് ഇന്നലെ രാവിലെ 7 മണിക്ക് പുറത്തു കൊണ്ടുവന്ന സുപ്രധാനമായ വാർത്ത. അതിൽ രാഷ്ട്രീയ കേരളം വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടു. അത് വിവാദമായി കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ പരാതി ഉയർത്തിയ സാഹചര്യം. മന്ത്രി പോലും ഈ നിയമനം അറിഞ്ഞില്ലെന്ന ആക്ഷേപമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഒടുവിൽ മുഖ്യമന്ത്രി ഈ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ കെ ബി പ്രദീപ് എന്ന ഗവൺമെന്റ് പ്ലീഡറോട് രാജിക്കത്ത് നൽകാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ ഒടുവിൽ കെ ബി പ്രദീപ് രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയെന്നാണ് സ്ഥിരീകരിക്കുന്നത്. അങ്ങനെ കെ ബി പ്രദീപ് പുറത്തേക്ക് പോകുന്നു. സ്മാർട്ട് ക്രിയേഷൻസ് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രതിയുടെ സ്ഥാപനമായ സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി, പ്രതികൾക്ക് വേണ്ടി ഹൈക്കോടതിയിൽ വാദിച്ച അഭിഭാഷകനെ ദേവസ്വത്തിന്റെ ചുമതല ഹൈക്കോടതിയിൽ ഏൽപ്പിക്കുന്നതിന്റെ അനൗചിത്യം ചോദ്യം ചെയ്തുകൊണ്ട് മുഴുവൻ കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി അതിന് വഴങ്ങിക്കൊണ്ട് ഈ അഭിഭാഷകനോട്, കെ ബി പ്രദീപിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടത്. ഏതായാലും ഒടുവിൽ അത് രണ്ടാമത്തെ തിരുത്തലാണിപ്പോൾ UDF സർക്കാരിന്റെ ഭാഗത്തുണ്ടായത്. ആദ്യം സണ്ണി ജോസഫിന്റെ പ്രൈവറ്റ് സെക്രട്ടറി രാജിവെച്ചെങ്കിൽ ഇപ്പോൾ രണ്ടാമത് ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ പ്ലീഡർ കൂടി രാജിവെക്കുകയാണ്. നേരത്തെ പിണറായി വിജയൻ പറഞ്ഞതുപോലെ വിചിത്രമായ ഒരു തീരുമാനവും പ്രതികരണവും ഒക്കെയാണ് ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നത്. താൻ ഉണ്ടായിരുന്നില്ല, മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരപ്രകാരം എടുത്ത തീരുമാനം എന്നുള്ളതായിരുന്നു. അതിനോടൊപ്പം കൗതുകകരമായ ഒരു പ്രതികരണം കൂടി ഉണ്ടായിരുന്നു. രഹസ്യങ്ങളൊക്കെ അറിയുന്ന ആളല്ലേ, സർക്കാരിന് ഉപയോഗപ്പെടും എന്ന നിലയ്ക്ക്. അങ്ങനെ അത്രമേൽ നിസ്സാരവൽക്കരിച്ചല്ല ഈ വിഷയങ്ങളെ കാണേണ്ടത് എന്ന് സർക്കാരിന് ബോധ്യപ്പെടുന്നു എന്നാണ് ഈ രാജിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം ഒന്നുകൂടി കേൾക്കാം. ഇല്ല, അതിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാലോ, ഈ മറ്റേ വയനാട്ടിൽ ഷിഹല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അവരുടെ വിസിറ്റായിരുന്നു. ഞാൻ കഴിഞ്ഞ ക്യാബിനറ്റിൽ ഉണ്ടായിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അല്ല, അത് മുഖ്യമന്ത്രിയുടെ ഒരു ഡിസ്ക്രിഷണറി പവറിന് ഞാൻ വിട്ടുകൊടുത്തിരുന്നു നേരത്തെ. പക്ഷേ എന്നാലും ഇത് UDF ഉയർത്തിയ നിലപാടുകൾക്കെതിരല്ലേ? അല്ല, ഞാൻ പറയാം, ഒരു കാരണവശാലും പ്രതികളാരും രക്ഷപ്പെടില്ല, അക്കാര്യത്തിൽ ഉറപ്പ് നൽകാം. പക്ഷേ പ്രതിക്ക് വേണ്ടി വാദിച്ചയാളല്ലേ ഇപ്പൊ സർക്കാരിന് വേണ്ടി വാദിക്കാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിയുടെ ദൗർബല്യങ്ങൾ അറിയാവുന്ന ഒരു വക്കീലാണല്ലോ, നല്ല കാര്യം. മാറ്റില്ല. അതായത് ക്യാബിനറ്റിലെടുത്തൊരു തീരുമാനത്തിന് ഒരു മന്ത്രി ഒരിക്കലും തള്ളി പറയാൻ പാടില്ല. അത് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തമാണ്. ഞാൻ ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം മുഖ്യമന്ത്രിക്ക് വിട്ടുകൊടുത്തിരുന്നു നേരത്തെ തന്നെ. നമ്മൾ AK അഭിലാഷിലേക്ക് പോവുകയാണ്. നേരത്തെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം AK അഭിലാഷാണ് റിപ്പോർട്ട് ചെയ്തത്. അഭിലാഷ്, കള്ളന് ചൂട്ടുപിടിച്ചതുപോലെയാണ് എന്നതായിരുന്നു പിണറായി വിജയന്റെ പ്രതികരണം. ഈ കാര്യത്തിൽ പ്രദീപിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട മറ്റ് ഏതൊരു വിമർശനം ഉന്നയിക്കുന്നതിനേക്കാൾ കൃത്യമായിരുന്നു. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യം മുതൽ ഏറ്റവും സംശയകരമായ നിലയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട വാദങ്ങൾ മുന്നോട്ട് വെച്ച ഒരാളെ ദേവസ്വത്തിന്റെ സ്പെഷ്യൽ പ്ലീഡറായി നിയമിക്കുക എന്ന് പറഞ്ഞാൽ കള്ളന് ചൂട്ടുപിടിക്കൽ തന്നെയാണ്. തീർച്ചയായിട്ടും അത് വിചിത്രമായ ഒരു നടപടിയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം പിണറായി വിജയന്റെ ഭാഗത്ത് വരുന്നു. കള്ളന് ചൂട്ടുപിടിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ പോയതെന്നടക്കമുള്ള രീതിയിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വരുന്നത്. ഏതായാലും ദേവസ്വം മന്ത്രിക്കെതിരെയാണ് ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം. കാരണം അദ്ദേഹം ഈ കാര്യങ്ങൾ താൻ അറിയാതെയാണ് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ ഈ കാര്യത്തിന്റെ പൂർണ്ണമായ ഉള്ള ഉത്തരവാദിത്തം അദ്ദേഹത്തിനാണ്. കാരണം വകുപ്പിൽ നടക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ എന്തുകൊണ്ട് ദേവസ്വം മന്ത്രി ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല എന്നുള്ള ചോദ്യം ചോദിക്കുന്നു. അതായത് ഇത്തരത്തിലൊരു നിയമനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർത്തും വിചിത്രമായ ഒരു നടപടിയായിപ്പോയി എന്ന് തന്നെ അദ്ദേഹം പറയുന്നത്. ഏതായാലും കടുത്ത വിമർശനത്തിലേക്ക് തന്നെയാണ് അദ്ദേഹം കടക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രദീപിനെ എന്തുകൊണ്ട് ഏത് നിലയിലാണ് നിയമിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ സംശയമുളവാക്കുന്ന കാര്യമാണ്. ആ കാര്യത്തിലാണ് സർക്കാരിന്റെ വിശദീകരണം അദ്ദേഹം തേടുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ പ്രദീപ് രാജിവെച്ചിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. മുൻ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ ഭാഗത്ത് അതിരൂക്ഷമായ വിമർശനം വരുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ ഇത്തരത്തിലൊരു രാജി കൂടി വന്നിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്.